കാസർഗോഡ് പെരിയാർ സംഭവം നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് CPM നേതാവ് പി മുസ്തഫ നടത്തിയ കൊലവിളി പ്രസംഗം പുറത്തായി. കോൺഗ്രസുകാരെ ചിതയിൽ വയ്ക്കാൻ ഇല്ലാത്ത വിധം ചിതറിപ്പിച്ചു കളയുമെന്നായിരുന്നു ഭീഷണി. ഗാന്ധി ശിഷ്യരായ കോൺഗ്രസുകാർ സമാധാന യോഗത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് പുറത്തിറങ്ങി തോന്നിയാസം കാണിക്കുന്നു. ഇനിയും ക്ഷമ പരീക്ഷിച്ചാൽ തിരിച്ചടിയുണ്ടാകും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പി മുസ്തഫ. ഇരട്ട കൊലപാതക കേസ് പ്രതി പീതാംബരൻ ആക്രമിക്കപ്പെട്ട് 2 ദിവസം കഴിഞ്ഞ് ജനുവരി 7-ന് കല്യാട്ടെ പാർട്ടി ഓഫീസിനടുത്താണ് പ്രസംഗം നടത്തിയത്. പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പീതാംബരനെയും സുരേന്ദ്രനെയും മിനിഞ്ഞാന്ന് ആക്രമിച്ചത്. അത് ക്ഷമിക്കുകയാണ്. പാതാളത്തോളം ക്ഷമിച്ചു. ഇനിയും ചവിട്ടാൻ വന്നാൽ പാതാളത്തിൽ നിന്ന് റോക്കറ്റ് പോലെ CPM കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്യാട്ടിലെ ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വയ്ക്കാൻ ബാക്കിയില്ലാത്ത വിധം ചിതറിപ്പോകും, മുസ്തഫ പ്രസംഗത്തിൽ ആക്രോശിച്ചു. ഇതിനുശേഷമാണ് കൊലപാതകം അരങ്ങേറിയത്. അതിനാൽ പാർട്ടിക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്നും പീതാംബരൻ ഒറ്റയ്ക്ക് നടത്തിയതാണെന്നുമുള്ള പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് ശരിയല്ലെന്ന് ഈ പ്രസംഗം വ്യക്തമാക്കുന്നു. പീതാംബരനെയും സുരേന്ദ്രനെയും ആക്രമിച്ചതിന്റെ പ്രതികാരമാണ് കൊലപാതകമെന്ന് മരിച്ച ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വീട്ടുകാർ ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് പി മുസ്തഫയുടെ പ്രസംഗം. 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണ് CPM വഷളാക്കി കൊലപാതകത്തിൽ എത്തിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറയുന്നു. അതിനാൽ കൊലപാതകം CPM നേതൃത്വത്തിന്റെ അറിവോടെ നടന്നതാണെന്ന കോൺഗ്രസ് ആരോപണത്തിന് ബലം കൂടുകയാണ്. CPI കൂടെ തിരിഞ്ഞതോടെ ഇനി എന്ത് പറഞ്ഞ് പ്രതിരോധിക്കുമെന്നറിയാതെ കാസർകോട്ടെ നേതാക്കൾ കുഴയുന്നു. പുതുമ MLA കുഞ്ഞിരാമനാണ് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് മരിച്ചവരുടെ വീട്ടുകാരും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിക്കുന്നു. CPM നേതാക്കൾ കൊലവിളി പ്രസംഗം നടത്തുന്നത് ആദ്യമായല്ല. കണ്ണൂരിൽ P ജയരാജനെ മുസ്ലിം ലീഗുകാർ ആക്രമിച്ചപ്പോൾ പാടത്ത് പണി വരമ്പത്ത് കൂലിയെന്നാണ് കോടിയേരി പ്രസംഗിച്ചത്. 1, 2, 3 എന്ന് പേരെടുത്തു പറഞ്ഞ് തങ്ങൾ കൊന്ന കോൺഗ്രസുകാരുടെ പേര് പറഞ്ഞ് മന്ത്രി MM മണി നടത്തിയ പ്രസംഗം വലിയ വിവാദമായിരുന്നു. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുമെന്ന് CPM പ്രാദേശിക നേതാക്കൾ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കൊലപ്പെടുത്തിയത്. മുഖ്യ സൂത്രധാരകൻ CPM കണ്ണൂർ ജില്ലാ നേതാവ് PK കുഞ്ഞനന്ദനായിരുന്നു. ശരത് ലാലും കൃപേഷും കൊല്ലപ്പെടുന്നതിന് മുൻപ് ഉദുമയിൽ കുഞ്ഞിരാമനും ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് ഇരുവരുടെയും വീട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.